ശരിക്കും പാലയും പ്രേതമായിട്ട് ബന്ധമുണ്ടോ? എല്ലാം ബന്ധമുണ്ട്. ഈ ചില വൃക്ഷങ്ങൾക്ക് ഈ ആത്മാക്കൾക്ക് വാസമുള്ള സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത് ഈ പന, പാല, കാഞ്ഞിരത്തിൽ വസിക്കില്ലെന്നാണ് പറയുന്നത്. പേടിയാണ് കാഞ്ഞിരത്തിനെ. അതുകൊണ്ടാണ് കാഞ്ഞിരം ഭാവയിൽ നമ്മൾ ആവാഹിക്കണേ. ഈ പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ്. രാത്രി 4 യാമങ്ങളുണ്ട്: സന്ധ്യായാമം, കാളിയാമം, പ്രേതയാമം, ബ്രഹ്മയാമം. ഇതിൽ പ്രേതയാമം രാത്രി 12:30 മണി മുതൽ 3:30 മണി വരെ. അത് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ കൂട്ടായി നിൽക്കുന്ന പ്രേതങ്ങൾ അവരങ്ങ് വെക്കോളും. ഇത് ആരും ഇല്ലാതെ ഇങ്ങനെ അനാഥ പ്രേതമായിട്ട് നടക്കും. പ്രേതങ്ങളിൽ തന്നെ അനാഥ പ്രേതം. ഈ അനാഥ പ്രേതം എന്ത് ചെയ്യും? ഇതുപോലെ ആരെങ്കിലും കണ്ട അവരവിടെയൊക്കെ കൂടും. അവർക്കൊരു കൂട്ട് കിട്ടിയിരുന്നു വന്ന് കണ്ട് ചോദിച്ചിട്ട് ചാവാം. മരിക്കാൻ പോയതാണ്. ഈ സാധനം കൊണ്ടുവച്ചിട്ട് മരിക്കാനായിട്ട് വീട്ടിൽ കയറി TV എന്തോ ഓപ്പൺ ചെയ്ത് TVയോ മൊബൈലോ എന്തോ നോക്കിയപ്പോഴാണ് ഈ അബാഗ് മീഡിയയിൽ ഇന്റർവ്യൂ കാണുന്നത്. എല്ലാം തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തലയിലത്തൊക്കെ പറയണ കേട്ടിട്ട് ആശ നേരെ വണ്ടി വെട്ടിക്ക് വന്ന്. അപ്പോൾ ഈ ചാവാൻ പോണവന് ഇവിടെ ഇരിക്കുന്ന ഓഫീസിൽ നോക്കേണ്ട ആവശ്യമില്ല. എവിടെ വല്ലതും പറഞ്ഞ് പണ്ടേ അടിച്ചു പൊട്ടിച്ചിട്ട് പോകും. എന്നുവെച്ചാൽ ആരാണ് നമുക്കെതിരെ ചെയ്ത് വിട്ടെന്ന്. കൊട്ടേഷൻ കൊടുത്തവനെ പോലീസ് പിടിക്കുമ്പോൾ പറഞ്ഞില്ലേ, എന്നെ ഇന്നാരാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്, അവൻ എനിക്ക് ഇത്ര രൂപ എന്നാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ പറയും, എനിക്ക് ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. ഇതെല്ലാം പറയും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ പഠിച്ച വിധി പ്രകാരം നോർമലി ഇവരെ നമ്മൾ തിരിച്ചയച്ചു വിടും. നീ പോയ പഴയ സ്ഥലത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു വിടാം. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ വീണ്ടും ഇവർ മിസ്യൂസ് ചെയ്യും. മാന്ത്രികൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ അഗ്നിശുദ്ധി വരുത്തി ഈ ആത്മാവിനെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആത്മലോകത്തേക്ക് അയക്കും. അവരെ രക്ഷിക്കാൻ നോക്കും. നമ്മളെ കണ്ണിന് മുമ്പിൽ വന്ന് പെട്ടു, പിന്നെ ഇനി അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഇവരെ ഈ വീട്ടിലുള്ളവരെ രക്ഷിക്കുന്നതിനൊപ്പം എവരെയും കൂടി രക്ഷിക്കും. നമുക്ക് കുറച്ചുകൂടി പണി കൂടും. ഈ ചെയ്യുന്ന മാന്ത്രികന് പണി കൂടുതലാണ്. മാന്ത്രികന് ഇതിനെ തറച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ക്ഷേത്ര പരിസരത്തോ ഏതെങ്കിലും പാലയില മൂട്ടിലോ ഏതെങ്കിലും പനയില മൂട്ടിലോ കൊണ്ടിട്ടിട്ടോ പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പാലയും പ്രേതമായിട്ട് ബന്ധമുണ്ടോ? എല്ലാം ബന്ധമുണ്ട്. ഈ ചില വൃക്ഷങ്ങൾക്ക് ഈ ആത്മാക്കൾക്ക് വാസമുള്ള സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത് ഈ പന, പാല, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മൂട്ടിൽ ഇവർ വസിക്കും. മറ്റേ കാട്ടിൽ കാഞ്ഞിരത്തിൽ വസിക്കില്ലെന്നാണ് പറയുന്നത്. പേടിയാണ് കാഞ്ഞിരത്തിനെ. അതുകൊണ്ടാണ് കാഞ്ഞിരം ഭാവയിൽ നമ്മൾ ആവാഹിക്കണേ. കാഞ്ഞിരം ഭാവ കണ്ടാൽ തന്നെ ഒരു പേടിയാണ്. അതുകൊണ്ട് കാഞ്ഞിരത്തിന്റെ മറ്റേ പാവ കൊണ്ടുവന്നാണ് അതിലാണ് ഇവരെ ആവാഹിക്കണേ. പുരുഷനാണെങ്കിൽ എങ്ങനെയാണ് കെട്ടിയിടുക? പുരുഷനായാലും സ്ത്രീ ആയാലും മന്ത്രശക്തിയാൽ കെട്ടിക്കളയും. കെട്ടിയിട്ട് അത് സ്ത്രീകളിൽ മുടി കെട്ടിയിടും. പുരുഷനായാലും മുടി അല്ലെങ്കിൽ തന്നെ അല്ലാതെ തന്നെ ആവാഹിക്കും. പെട്ടെന്ന് കെട്ടി ആവാഹിച്ച് അവരെ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും വച്ച് പിടിച്ച് നിർത്തി പോവാതെ നിർത്തി മന്ത്രം ജപിച്ച് ശരിയാക്കും. അപ്പോൾ ഈ പ്രേതാത്മാവ് ചിലത് ശരീരത്തിൽ വരില്ല. ചിലത് പൂജ ചെയ്യുമ്പോൾ തന്നെ അവൻ പോവും. അവൻ്റെ ശക്തി അങ്ങ് ക്ഷയിക്കും. പിന്നെ അവന് വരാനുള്ള ശക്തിയില്ല. ഈ ദേവതയ്ക്കൊക്കെ വരണത് അത്ര പവർഫുൾ ആയിട്ടുള്ളതാണ്. ഇത്രയും പൂജ ചെയ്ത് എല്ലാം ചെയ്തിട്ടും അവൻ്റെ ശക്തി ക്ഷയിക്കുന്നില്ല. അപ്പോൾ അവന് നമ്മൾ ഈ കൊടുത്ത ഈ പൂജ ഹോമദ്രവ്യങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ ഒരു ദേവതയെ പ്രീതിപ്പെടുത്തി ഇവർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടാനുള്ളതാണ്. ഓരോ പൂജയിൽ ഓരോ ഹോമദ്രവ്യങ്ങളല്ലേ യൂസ് ചെയ്യണേ. അപ്പം ഇതെല്ലാം കൊടുത്തിട്ടും അവർക്ക് ചിലപ്പോൾ തൃപ്തി വരില്ല. അവരാണ് ചിലപ്പോൾ ദേഹത്ത് വന്ന് ചോദിക്കണേ. ഇവരെ ദേഹത്തേക്ക് കയറും. അതിൽ മെയിൻ പിണിയാളായിട്ടിരിക്കുന്ന അവരെ ദേഹത്തേക്ക് വരും. അവരറിയില്ല. ഈ പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ്. അതെന്തുകൊണ്ടാണ്? സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് പുരുഷന്മാരെക്കാൾ ഈ പോസിറ്റീവ് എനർജി കുറഞ്ഞു കാണപ്പെടുന്നത്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അതിന് കാരണമുണ്ട്. അവരുടെ ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് കണ്ടിന്യൂസ് ചിലപ്പോൾ പ്രാർത്ഥന ചെയ്യാൻ പറ്റാതെ വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ പോകാൻ കണ്ടിന്യൂസ് പോകാൻ പറ്റാതെ വരും. ഇപ്പം പിന്നെ എല്ലാവർക്കും നെഗറ്റീവ് എനർജി ഒരുപോലെ തന്നെ. ഇപ്പം പലയിടത്ത് നോക്കുമ്പോഴും പുരുഷന്മാരെക്കാൾ എനർജി കൂടുതലുണ്ട് സ്ത്രീക്ക്. കാരണം അവർ കുറച്ച് നേരമെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. മറ്റവർക്ക് പ്രാർത്ഥനയില്ല, അമ്പലത്തിലും പോകില്ല. ആ സമയത്ത് എവിടെയെങ്കിലും കവലയിലോ അല്ലെങ്കിൽ കള്ള് ഷാപ്പിലോ പോയി നിന്ന് നെഗറ്റീവ് കയറ്റിയിട്ട് വരും, നെഗറ്റീവ് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥിതിയിൽ പലപ്പോഴും സ്ത്രീകളിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു വീട്ടിനെ സംഭവിച്ചെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മളെ മനസ്സിൻ്റെ ചലനവും ഇതിനൊരു ഭാഗമാണ്. നമ്മൾ ഞാൻ എപ്പോഴും ഈ കണ്ടിട്ടുള്ളത് ഈ പ്രേതം നമ്മളെ ദേഹത്തേക്ക് കയറണ എങ്ങനെയെന്ന് അറിയാം. പ്രേതം ദേഹത്തേക്ക് കയറുക എന്ന് പറയുന്നത് നമ്മളെ പഞ്ചഭൂതങ്ങൾ ഇളവും എങ്ങനെയെങ്കിലും.
ഉദാഹരണം, നമ്മൾ എങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ രാത്രി ഇങ്ങനെ നടന്നു പോവുകയാണ്, പെട്ടെന്ന് ഒരു തവള എടുത്ത് വെച്ച കുറ്റച്ചാട്ടം. രാത്രിയാകുമ്പോൾ തവളയെ കാണാൻ പറ്റില്ലല്ലോ, തവള എടുത്ത് നമ്മളെ മുമ്പ് ചാടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റ യാങ് കളിച്ചു. ഈ യാങ്ങിയ സമയത്ത് അവിടെ നെഗറ്റീവ് എനർജി നമ്മൾ വലിച്ചെടുക്കും. ഇപ്പം ജലപ്രേതങ്ങൾ നമ്മളിൽ കയറും. നമുക്ക് പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിക്കാൻ പോയി, പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിക്കാൻ പോയി. ഈ വെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ വെള്ളത്തിൽ വെച്ച് നമ്മൾ പെട്ടെന്ന് വെള്ളം കുടിക്കുകയോ പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങുകയോ വെള്ളത്തിൽ അറിയാതെ അങ്ങ് വീണു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളെ പഞ്ചഭൂതങ്ങൾ ഇളവും. ഈ സമയത്ത് അവൻ വലിച്ചു കയറ്റും. ഇങ്ങനെ ഇറങ്ങി നമ്മളെ ഇതിലൂടെയാണ് വലിച്ചു കയറ്റുന്നത്. അതുകൊണ്ടാണ് മാന്ത്രികന്മാരെന്ത് ചെയ്യും, ഇതിനെ പുറത്തെടുക്കാൻ വേണ്ടി ഊതിക്കും. എന്തെങ്കിലും സാധനങ്ങൾ, തേങ്ങയാവട്ടെ മുട്ടയാവട്ടെ, ഇതിൽ ഊതാൻ പറയും, ശക്തിയായിട്ട് ഊതെന്ന് പറയും. അപ്പോൾ ഈ ബാധ ഇങ്ങനെ ശക്തമായിട്ട് ഊതിയാണ് ഇതിൻ്റെ എനർജിയെ കുറയ്ക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് വായുവാണല്ലോ, ജീവനാണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ആവാഹിച്ച് എടുക്കുന്ന അങ്ങനെയാണ് എടുത്താണ് ഇതിൽ. അപ്പോൾ ആ ആവാഹനം കംപ്ലീറ്റ് ഇതാവുമ്പോൾ ഇവർ പതുക്കെ 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 ആളെ മാറും. ഒരുപാട് എന്താണോ ഈ പ്രേതത്തിനുണ്ടായിരുന്ന അറിവ് അത് ഇവരിലേക്ക് വരും. വേറെ ഭാഷയൊക്കെ സംസാരിക്കുന്നത്, വേറെ ഭാഷ അതാണ് ഞാൻ പറയാം. അവർക്ക് എന്ത് അറിവുണ്ടായിരുന്നോ അത് വരും. ചില പ്രേതങ്ങളും നല്ലപോലെ ഡാൻസ് ചെയ്യും. ഇവർ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല, നല്ല മുദ്രയിൽ ഡാൻസ് ചെയ്യും. നാഗവല്ലി അതിലൊരു ഉദാഹരണം മാത്രമാണ്. ചിലർ നല്ല പാടും, നല്ല ശാസ്ത്രീയ സംഗീതമൊക്കെ അങ്ങ് പാടിക്കളയും ഈ പൂജ ചെയ്തോണ്ടിരിക്കുമ്പോ. മനസ്സിലായില്ലേ? നല്ല ശാസ്ത്രീയ സംഗീതമൊക്കെ പാടിക്കളയും. ഇതൊക്കെ കാണുമ്പോൾ പേടിയല്ലേ തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. അല്ല, ഇത് ആദ്യം നമ്മൾ ഫസ്റ്റിലൊക്കെ കാണുമ്പം ഭയങ്കര പേടി, ഉറങ്ങാൻ പറ്റില്ല വീട്ടിൽ ചെന്നിട്ട്. രാത്രി കണ്ണടയ്ക്കുമ്പോ ഈ ഓരോ മുഖമായിരിക്കും കാണുന്നത്. മനസ്സിലായില്ലേ? ഭയങ്കര പേടിയായിരിക്കും. ഞാൻ കൊച്ചിലെ ഇതിലൊക്കെ പോയിട്ട് വന്ന് ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് പേടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതൊക്കെ പോയിട്ട് രാത്രി വീട്ടിലൊക്കെ പോണ സമയത്ത് വളരെ ചെറുതിലാണ്. അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് മുറി കിടക്കാൻ പേടി. അപ്പോൾ ഞാൻ അമ്മയോട് പറയാം, അമ്മ ഇന്ന് എനിക്ക് അമ്മയുടെ അടുത്ത് കിടക്കണം. മനസ്സിലായി? അമ്മ വിചാരിക്കുന്നത് എന്താണ്, മോന് ഭയങ്കര സ്നേഹം കൊണ്ട് അമ്മയെ ഞാൻ ഭയങ്കര കൂട്ടാണ്. അപ്പൊ അത്രയ്ക്ക് സ്നേഹം കൊണ്ടാണ് വേണ്ടത്. ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടക്കും. അപ്പൊ മനസ്സിലായില്ല? അപ്പൊ ആള് വിചാരിക്കും, അപ്പൊ വീട്ടിലുള്ള ബാക്കി എന്റെ സഹോദരിയൊക്കെ വിചാരിക്കും, ഓ അമ്മയെ മണി അടിക്കാൻ വേണ്ടി, അമ്മയെ സോപ്പിടാൻ വേണ്ടി എന്തിനാ പോയി കിടക്കണം എന്ന് പറയും. അപ്പൊ എനിക്കല്ലേ അറിയാം പേടിച്ചിട്ടാണെന്ന്. അങ്ങനെ ആദ്യ ഘട്ടത്തിലൊക്കെ കഴിഞ്ഞ് പിന്നെ 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 എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ഒരു നെഗറ്റീവും ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒരു പ്രേതബാധയും ഞാൻ ഉപദ്രവിക്കാൻ നിൽക്കില്ല. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ തിരിച്ചുപദ്രവിക്കും എന്നുള്ള കണ്ടീഷൻ വന്നതിന് മാത്രമാണ്, രക്ഷപ്പെടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഇവർ പോവില്ല. ചില പ്രേതങ്ങൾ പറയും, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരാളിനെങ്കിലും കൊണ്ടേ പോവുള്ളൂ. നമുക്ക് ആരെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? കൊണ്ടുപോകുന്ന ഞാൻ അവർക്ക് കൂട്ടിനാൾ വേണമെന്ന്. എനിക്ക് ഒരാളിനെങ്കിലും ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോകില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും അവരെ തറയ്ക്കും. വേറെ ഓപ്ഷൻ ഇല്ല. ഒരു പോവില്ല. അവരെ എയിം എന്ന് പറഞ്ഞാൽ ഒരാളിനെങ്കിലും കൊണ്ടുപോകും. അവരെ എങ്ങനെയെങ്കിലും അകാലത്തിൽപ്പെടുത്താം, ആക്സിഡന്റിൽപ്പെടുത്താം. ഈ ബൈക്ക് ആക്സിഡന്റ്, അതുപോലെ ആക്സിഡന്റുകൾ വരുന്നതിലൊക്കെ യഥാർത്ഥ സത്യം, കുറേ പയ്യന്മാർക്ക് ബോധമില്ലാതെ ഓടണയിൽ കാലം ഉപരി ഇതിൽ ബാക്ക് കയറും, ബൈക്കിന്റെ കൂടെ കയറും. ഒട്ടുമിക്ക എല്ലാ ബൈക്ക് ആക്സിഡന്റ് ഒരുമാതിരി ഉള്ളതെല്ലാം ഈ നെഗറ്റീവ്. ബാക്കി കുറെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ടോ? അങ്ങനെ വെച്ചാൽ ഇവരെ ജാതകപ്രകാരമോ മറ്റു രീതിയിലോ ഒന്നും അവന് ആയുസെറ്റിട്ടില്ല. ഈ പ്രേതബാധ കൊണ്ട് മരിക്കുന്നൊന്നും ആയുസെറ്റ് പോണതല്ല. ആ ആത്മാവ് പോവുകയില്ല. നമ്മൾ ആയുസെറ്റ് മരിച്ചതിനെ ആണ് നമ്മൾ സാധാ ആത്മാക്കളായി കർമ്മം ചെയ്ത് ആത്മലോകത്തേക്ക് പോവുള്ളൂ. ആയുസ് അറിയാതെ പോയതാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് പെടുന്നത്. അവർ പോവാതെ ഇവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ യുദ്ധത്തിൽ മരണപ്പെട്ടത് ചിലപ്പോൾ നൂറ്റാണ്ടുകളായാലും പോവാതെ നിൽക്കും. പീരീഡ് ഇല്ല ഇതിന് പോണതിന്. ചിലപ്പോൾ തലമുറകളായ സാധനങ്ങൾ നിൽപ്പുണ്ട്. 3 തലമുറയ്ക്ക് മുമ്പുള്ള മരിച്ചുപോയ ആത്മാവ് പോവാതെ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. അതായത് ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ വീട്ടിലാർക്ക് അറിഞ്ഞൂടാ, എവരൊക്കെ മുകളിലുള്ള അറിഞ്ഞൂടാ ഇങ്ങനെ ഒരാളിനെ അറിയാമോന്ന്. നമ്മളെ ഇപ്പോൾ പ്രശ്നത്തിൽ കാണുമ്പം ഇങ്ങനെ ഒരു പ്രേതമുണ്ട് നിങ്ങളെ വീട്ടിൽ, അങ്ങനെ ഒരു പ്രേതം എനിക്കറിയില്ല, ഇങ്ങനെ രീതിയിൽ മരിച്ച ഒരു പ്രേതം എന്ന് പറയുമ്പോൾ അവർ പറയും അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ ആരും മരിച്ചിട്ടില്ല.
അറിയോലും ഇല്ലാത്ത അറിയോ പോലും ഇല്ലാത്ത സാധനങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടതാണ്, നമ്മളെപ്പോഴും നമ്മളെ ഈ അറിവിനകത്തുള്ള സമയത്തിനുള്ള പ്രേതങ്ങളെ മരിച്ചുപോയവരെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഇതൊന്നും അല്ലാത്ത പ്രേതാത്മാക്കൾ നിൽക്കും. അപ്പൊ സ്ഥലപ്രേതമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും അസമയത്ത് യാത്ര ചെയ്യുമ്പോൾ കൂടും. ഇതൊന്നുമില്ലാതെ കൂടെ വരും. ഇപ്പൊ നമ്മളെ അസമയം എന്ന് പറയുന്നത് പ്രേതയാമമുണ്ട് എല്ലാ ദിവസവും. എപ്പോഴാണ് പ്രേതയാമം? അറിയില്ല. രാത്രി 4 യാമങ്ങളുണ്ട്. സന്ധ്യായാമം, കാളിയാമം, പ്രേതയാമം, ബ്രഹ്മയാമം. ഈ 4 യാമം കൊണ്ടാണ് 12 മണിക്കൂർ തീരുന്നേ. മനസ്സിലായില്ല? അപ്പൊ 3 മണിക്കൂർ ഒരു യാമം. ഇതിൽ പ്രേതയാമം രാത്രി 12:30 മണി മുതൽ 3:30 മണി വരെ. അത് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവര് കൂട്ടുകാരെ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് അവര് ചെലവഴിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മൾ യാദൃച്ഛമായിട്ട് ചെന്ന് കയറി കൊടുക്കും. പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ചെന്ന് കയറി കൊടുക്കും. ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവന്റെ വാക്കകത്ത് അകപ്പെടും. അവർ ചോദിക്കണം, നീ രാത്രി ഇങ്ങനെ വന്നു, വേണ്ട നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാം. ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ആയിരിക്കും. ഈ കാട്ടിലെ ആനകളിൽ ഉപദ്രവിക്കുന്ന ആന ആരെന്നറിയാമോ? ഒറ്റയാനാണ്. കൂട്ടായി പോണവർ അവരങ്ങ് വെക്കോളും. അതുപോലെ കൂട്ടായി നിൽക്കുന്ന പ്രേതങ്ങൾ അവരങ്ങ് വെക്കോളും. ഇത് ആരും ഇല്ലാതെ ഇങ്ങനെ അനാഥ പ്രേതമായിട്ട് കിടക്കും. പ്രേതങ്ങളിൽ തന്നെ അനാഥ പ്രേതമുണ്ട്. ഈ അനാഥ പ്രേതം എന്ത് ചെയ്യും? ഇതുപോലെ ആരെങ്കിലും കണ്ട അവരവിടെയൊക്കെ കൂടും. അവർക്കൊരു കൂട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചിലത് രാത്രി ഇങ്ങനെയൊക്കെ പോയിട്ട്, രാത്രി ഒരു യാത്ര പോയിട്ട് വന്നതിന് ശേഷം ഇവരെ ക്യാരക്ടർ മാറുക, ടൂറ് പോയിട്ട് വന്നതിന് ശേഷം അവരല്ലാതെ മാറുക. ഇങ്ങനെ എത്രയോ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുവരെ പോയ ആളല്ല, ഒരു ടൂറ് പോയി തിരിച്ചു വന്നപ്പോൾ വന്ന ആള് മോളെ പിന്നെ അതല്ല. പിന്നെ അവൾ മിണ്ടൂല, അവൾ മുറിക്കൊന്ന് വെളിയിറങ്ങൂല, കുളിക്കൂല, നനയ്ക്കൂല, മനസ്സിലാകൂല്ലേ. അപ്പോൾ ഒരു വീട്ടുകാർ ഓട്ടം പിടിക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ ആദ്യമൊക്കെ അവരെന്ത് ചെയ്യുന്നത്, ആശുപത്രി കൊണ്ടുപോകും, പിള്ളേക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് നോക്കും, പിന്നെ സൈക്കാട്രിക് ആരെങ്കിലും കാണിക്കും, സൈക്കോളജിസ്റ്റിനെ കാണിക്കും. ഇതൊന്നും നടക്കാതെ വരുമ്പോഴാണ്, മെഡിക്കൽ കോളേജ് എടുക്കാതെ വരുമ്പോഴാണ് നല്ലൊരു ശതമാനം ജോൾസിന്റെ അടുത്ത് വരുന്നത്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അവസാന ആയുധമായിട്ടാണ് വരുന്നത്. ജോത്സ്യനെ ആര് കുറ്റം പറഞ്ഞാലും ആര് കളിയാക്കിയാലും അവസാനം കൊണ്ടുവന്ന് വരുന്നത് നമ്മളെ അടുത്താണ്. ഈ ജോത്സ്യന്മാര് നാട്ടിലില്ലായിരുന്നെങ്കിൽ ആളുകൾക്ക് സമാധാനമൊന്നും സാധനം കിട്ടൂല. കാരണം സമാധാനം കെടുമ്പോഴാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തവർ ആശുപത്രി പോവേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആശുപത്രി അപ്പോൾ ഈ ആശുപത്രി പോണ ആരാണ്? എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളവരാണ്. അതുപോലെ ജോൾസിൻ്റെ അടുത്ത് വരുമ്പോൾ പലവിധ ഈ ശരിക്കും ഞങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഒരുപാട് അനുഭവം കൊണ്ട് പറയാണ്. ഡോക്ടറും വരും, രോഗിയും വരും, പോലീസും വരും, കള്ളനും വരും. മനസ്സിലായില്ലേ? പോലീസും വരും, കള്ളനും വരും. ഞാനത് ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ ഒരു പോലീസ് SP എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് ഒരു കേസ് അന്വേഷണം കൊടുത്തു. ഇത് വിവാദമായ കേസ് അന്വേഷിക്കണം. ഈ കേസ് അന്വേഷണത്തിൽ എനിക്ക് ഇതെനിക്ക് പരാജയം വന്ന എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയമാണ്. ഇത് ഞാൻ സക്സസ് ആവുമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കേസിന് ആസ്പദമായ പ്രതി വരെയാണ്. എന്നെ രക്ഷിക്കണം, എന്തെങ്കിലും രീതിയിൽ എനിക്കിത് ഇന്ന് രക്ഷ തരണം. ഞാൻ രണ്ടിനും നമ്മൾ സമാധാനം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങോട്ടേക്ക് നിങ്ങളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെന്ന് അവരോട് പറയാനും പറ്റൂല. ഇവരോട് നമ്മൾ ഇന്നാണ് കള്ളൻ എന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റൂല. നമ്മളെ വിശ്വസിച്ച് വരെയാണ്. അതുപോലെ രോഗിയും ഡോക്ടറും വരും. ഒരു കാർഡിയോളജി സർജൻ, അദ്ദേഹത്തിന് സർജറി ചെയ്യണം. അദ്ദേഹം നല്ല മിടുക്കനാണ്. അദ്ദേഹം ചെയ്ത എല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഒരു കേസിൽ അദ്ദേഹത്തിന് ഡൗട്ട്, ഇത് ഫെയിലിയർ ആവും, ഞാൻ ഈ രോഗി മിക്കവാറും മരിച്ചു പോകും. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ ഇത്രയും ദിവസം ഇത് എനിക്ക് എൻ്റെ സമയം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാൻ വരെയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഈ ചെയ്യേണ്ട രോഗിയെ കൊണ്ടുവരികയാണ്. രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ നമ്മളടുത്ത് വരുന്നത് ഡോക്ടറെ അടുത്ത് രോഗി മാത്രമേ പോവുള്ളൂ. പോലീസിൻ്റെ അടുത്ത് കേസ് അന്വേഷണത്തിന് മാത്രമേ പോവുള്ളൂ. നമ്മളുടെ അടുത്ത് എല്ലാവരും വരും. ഈ ജോൾസിൻ്റെ അടുത്ത് എല്ലാവരും വരും. ജോൾസ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ്. പഠിക്കാത്ത ഒരുത്തിന് പറയാൻ പറ്റൂല. സൈക്കോളജി പഠിച്ചവർക്ക് മാത്രമേ നല്ലൊരു അസ്ട്രോളജർ ആവാൻ പറ്റുള്ളൂ. കാരണം അവൻ്റെ മനോഗതി അറിയണം. ചിലർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്. എത്ര പേരെന്നറിയാമോ നമ്മളെ മുമ്പേ ആത്മഹത്യക്ക് ചോദിച്ചിട്ട് മരിക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്.
മരിക്കാൻ നല്ല സമയമാണോ എന്ന് അറിയാനോ? അല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഓപ്ഷൻ ഇല്ല. എല്ലാം നശിച്ചു, നാമാവിശേഷമോ. ഇനി എന്റെ മുമ്പ് മരണം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഒരിക്കൽ എന്റെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് കാണാൻ വരെയാണ്. ഇപ്പൊ ഒരു ദിവസം എന്റെ ഓഫീസിൽ, നോർമലി എന്റെ ഓഫീസിൽ ഒരു 3 മാസം മുമ്പെങ്കിലും അപ്പോയിന്റ് ഫുൾ ആവും. ഇപ്പൊ നമ്മൾ എന്നെ അപ്പോയിന്റ് എടുക്കണമെങ്കിൽ ഇപ്പം ഈ മെയ് മാസത്തിൽ അപ്പോയിന്റ് വന്നാൽ ജൂലൈയിലോ ഓഗസ്റ്റിലേ കിട്ടുള്ളൂ. ഒന്ന്, എനിക്ക് ദുബായിൽ ഓഫീസുണ്ട്. ഇപ്പം ഞാൻ ദുബായ് കൺസൾട്ടേഷന് പോകും. എല്ലാ മാസവും 10 ദിവസം ദുബായ്, പിന്നെ കുറേ യാത്രകൾ, ഇതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇവിടുത്തെ കൺസൾട്ടേഷൻ 20 ദിവസം ഞാൻ നാട്ടിലുണ്ട്. എങ്കിൽ പോലും അത്രയും വേറെ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് പോകുമ്പോൾ 3 മാസം ഒരാൾ വന്ന് അപ്പോയിൻ്റ് എടുത്തിട്ടില്ല. ഭയങ്കരമായി വയലൻ്റ് ആവണം. എൻ്റെ ഓഫീസിൽ നിന്ന് സ്റ്റാഫിനെ തെറി വിളിക്കുന്നു, മറ്റത് മറിച്ച് ഭയങ്കര ബഹളം. അപ്പം ഞാൻ ക്യാമറയിൽ കൂടി നോക്കിയപ്പോൾ ഒരുത്തൻ നിന്ന്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവണം. അപ്പം ഞാൻ ബെല്ലടിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് അത്? സാർ, അത് അപ്പോയിൻ്റ് എടുത്തിട്ടില്ല, സാറിനെ കണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, ഈ ആൾ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിനെ കയറ്റുക. അതായിട്ട് ചുമ്മാ അവിടെ നിന്ന് വയലൻ്റ് ആയിട്ട് കാര്യം തോന്നുന്നു, നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യം തോന്നുന്നു. അയാൾ കണ്ടേ പോകുള്ളെങ്കിൽ പിന്നെ അടുത്ത ആളിനെ കയറ്റിയാൽ അയാൾ വീണ്ടും കണ്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു ഒരേ പോകാൻ വഴി എന്ന് പറഞ്ഞാൽ ഇത് തീർന്നുകൊണ്ട് അടുത്ത ആളിനെ അയാളെ കയറ്റി പ്രശ്നം പരിഹരിക്കുക. ഞാൻ കയറ്റി, ഒന്നും പറഞ്ഞില്ല. സാർ, ഞാൻ വന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സാർ നോക്കി തരണം. എനിക്കിപ്പം അറിയണം 1-2 കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇയാളെ നോക്കി, വളരെ മോശം സമയം. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പം ഒരു കാര്യവും ചെയ്യരുത്, ഒരു 3 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 3 മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇയാളുടെ ഇതുവരെയുള്ള ചരിത്രം മൊത്തം പറഞ്ഞ് ഞാൻ ഈ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യമല്ല പറയണേ, നേരത്തെ ഉള്ള കാര്യം കൂടി പറയും. മനസ്സിലായി? അല്ലാതെ അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ ഇനി മന്ത്രിയാവുമെന്ന് പറഞ്ഞെടുക്കാൻ എന്ത് എളുപ്പം. കഴിഞ്ഞ കാര്യം കൂടി പറഞ്ഞാൽ മാത്രമല്ലേ നിങ്ങളിൽ അത് നിക്ഷിപ്തമാവുള്ളൂ, വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടേ ഞാൻ അങ്ങോട്ട് പറയുള്ളൂ. അങ്ങനെ ഞാൻ, നിങ്ങൾ ഇന്ന ഇത് ചെയ്തു, ഇന്ന പീരീഡ് തൊട്ട് നിങ്ങളുടെ പീരീഡ് വരെ നിങ്ങൾ ഭയങ്കരമായി ചേഞ്ച് ചെയ്തു, ഇത്ര പീരീഡ് നിങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ അവസ്ഥ 3 മാസം കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വരും. ഇത് കേട്ട മാത്രമല്ല, ഇയാളെ പോക്കറ്റിൽ പോയ്സൺ വച്ച് ഇത് ഇവിടെ വന്ന് കണ്ടിട്ട് എങ്ങനെ നിന്നപ്പോഴാണ് യാതോ ചാനലിൽ, നമ്മൾ അബാക് മീഡിയയിലോ യാതിലോ എൻ്റെ ഇൻ്റർവ്യൂ കാണുന്നത്. ഇത് കണ്ടിട്ട് ഇയാൾ നേരെ വണ്ടി എടുത്തോണ്ട് വരെയാണ് വന്ന് കണ്ട് ചോദിച്ചിട്ട് ചാവാം. മരിക്കാൻ പോയതാണ്. ഈ സാധനം കൊണ്ടുവച്ചിട്ട് മരിക്കാനായിട്ട് വീട്ടിൽ കയറി TV എന്തോ ഓപ്പൺ ചെയ്ത് TVയോ മൊബൈലോ എന്തോ നോക്കിയപ്പോഴാണ് ഈ അബാക് മീഡിയയിൽ ഇൻ്റർവ്യൂ കാണുന്നത്. എല്ലാം തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തലയിൽ എന്തൊക്കെ പറയണ കേട്ടിട്ട് ആശ നേരെ വണ്ടി വെട്ടിക്ക് വന്നത്. അപ്പോൾ ഈ ചാവാൻ പോണവന് ഇവിടെ ഇരിക്കുന്ന ഓഫീസിൽ നോക്കേണ്ട ആവശ്യമില്ല. എവിടെ വല്ലതും പറഞ്ഞെങ്കിൽ പണ്ടേ അടിച്ചു പൊട്ടിച്ചിട്ട് പോകും. എന്തായാലും ചാവാൻ പോണ്. ഇപ്പൊ ആറ്റി ചാടാൻ പോണോ, മറ്റേ കുടയും കൊണ്ട് ചാടേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ കയറി ചാവാൻ പോണവന് കുടയും പിടിച്ചോണ്ട് പോയി ചാടണ്ടല്ല, നനഞ്ഞിട്ട് പോയി ചാവാനോ എന്ന് പറഞ്ഞു. അവസാനം ഇതിനെ അവൻ ഞാൻ ഇതിനെ വായിച്ച് എൻ്റെ അവിടെ ബാക്ക് ബോക്സിലിട്ട്, നീ ഇത് കൊണ്ട് ചാടി ഇതിനെ വായിച്ച് ബാക്ക് ബോക്സിലിട്ട് ഇട്ടിട്ട് അവൻ ചത്തൊന്നുമില്ല. അവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ യവന് സമയമായില്ല. ഇവിടെ സംഭവിച്ച എന്താണ്, യവന് സമയമായില്ല, യവൻ മരിക്കാനുള്ളവനല്ല. അതുകൊണ്ടാണ് ചിലർ മരിക്കാനായിട്ട് കുഴയിട്ട് തൂങ്ങാനൊക്കെ പോണവർ അപ്പോഴും ആരെങ്കിലും വന്ന് കഥ കെട്ടും. എന്ന് വെച്ചാൽ അവന് സമയമായില്ല. അപ്പൊ അവനിൽ നിൽക്കുന്ന ഓറ, പോസിറ്റീവ് എനർജി അവനെ രക്ഷിക്കുന്നതാണ്. ഈ രക്ഷിച്ച വേറെ ആരും ആയിരിക്കത്തില്ല, അവനിൽ നിന്ന എനർജി തന്നെയാണ്. അപ്പോഴവനെ എന്തെങ്കിലും രീതിയിൽ മനസ്സിനെ അവിടുന്ന് അപ്പോഴും മാറ്റിയില്ലെങ്കിൽ മാറൂല.